ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് നമ്മളോട് കൂടെ ഇന്നുള്ളത് ഒരു ബിഗ് മെഷീനാണ്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ടൊയോട്ടയുടെ ഹൈലക്സ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളിപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒത്തിരി കണ്ടു കാണും. ഒരു ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ചെറിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് വണ്ടിയായിട്ട് ടൊയോട്ട ഇറക്കിയ വണ്ടിയാണ് ഇത്. ഈ റീസെൻ്റ്ലി ലോഞ്ച് വണ്ടിയൊന്നുമില്ല. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 50 വർഷത്തോളം കാലഘട്ടമായിട്ട് ഹൈലക്സ് എന്നുള്ള ഒരു മോഡൽ ഇവിടെ ലോകത്ത് എല്ലായിടത്തും തന്നെ നിലവിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വാക്ചാലനാകേണ്ട കാര്യമില്ല. കാര്യം എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ യൂട്ടിലിറ്റി വെഹിക്കിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണ് പൊതുവേ ഇത്തരം വണ്ടികൾക്ക് ഒരു മാർക്കറ്റില്ലാത്തത്. വെളിയിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒബ്വിയസ്ലി ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്നത് ഈ പിക്കപ്പ് വാൻ മോഡലുള്ള വണ്ടികളാണ്. കാര്യം നമ്മുടെ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു 5 പേർക്ക് യാത്ര ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ടെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി വെഹിക്കിളായിട്ടാണ് അവിടെയുള്ള ആൾക്കാർ ഇതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇതിന് വലിയ പ്രചാരത്തിലില്ല. കാര്യം കാശ് മുടക്കി എടുക്കുമ്പോൾ എല്ലാവരും ഒരു കംഫോർട്ട് സോണിലോട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ ലുക്ക് വൈസ് എല്ലാവരും പ്രിഫർ ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ ഇത്തരം വണ്ടികളിൽ നമുക്ക് കണ്ടുണ്ട്. ഈ സുസു ഡി-മാക്സ്, അതേപോലെ ടാറ്റ സിനോൺ, അത്തരം വണ്ടികളൊക്കെ സക്സസ് റേഷ്യോയിലോട്ട് എത്തപ്പെട്ടില്ല. കാര്യം ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ എന്നാണ് നമുക്കിന്ന് ഇതിൻ്റെ നോക്കുന്ന ഒരു കുറച്ച് ഫീച്ചേഴ്സ്, അതേപോലെ എൻ്റെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ഈ ടൊയോട്ടയെക്കുറിച്ച് ഞാൻ പൊതുവേ പറയുമ്പോൾ വാക്ചാലനാകാറുണ്ട്. കാര്യം ടൊയോട്ട എന്ന ഒരു ബ്രാൻഡിനെ അധികം മീൻസ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ. പല വണ്ടികളെക്കുറിച്ച് കുറ്റം പറയുമ്പോഴും ടൊയോട്ടയുടെ കുറ്റം ഞാൻ അധികം പറയാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ടൊയോട്ട തരുന്ന ഒരു റിലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ റിലയബിലിറ്റി, ആ ക്വാളിറ്റി ഈ വണ്ടിക്ക് ഉണ്ടോ? ഒരു എക്സ്ട്രീം ഓഫ് റോഡറായിട്ടുള്ള നമ്മുടെ ഫോർച്യൂണറും അതുപോലുള്ള വണ്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലോട്ട് പുതിയൊരു 30+ lakhs to 40 lakhs ഇടയിലുള്ള ഒരു വണ്ടി വരുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അധികം പറഞ്ഞ് ഉറപ്പിക്കണ്ട, നമുക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് അതിനെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാം. ഫ്രണ്ട് വൈസ് നോക്കുവാണെങ്കിൽ ഒരു ഭീകര ഗ്രില്ല്, നമ്മുടെ ഫോർച്യൂണറിനൊക്കെ കണ്ടുവരുന്ന സെയിം ടൈപ്പ് ഗ്രില്ല്, അതേപോലെ ടൊയോട്ടയുടെ എംബ്ലം കാര്യം വരുന്നുണ്ട്. ഇവിടെ ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് വണ്ടിയാണ്. ഇപ്പോൾ 40 lakhs ഓൺ റോഡ് വരുന്ന വണ്ടിയാണ്. ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, അതേപോലെ DR ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈന്, അതേപോലെ ഫോഗ് ലാമ്പ് ഈ താഴെയായിട്ട് വരുന്നത്. അപ്പം ഫ്രണ്ടിൽ നോക്കുമ്പോഴുള്ള ഫസ്റ്റ് ഇംപ്രഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. പിന്നെ നോക്കുമ്പോൾ ഒരു വീതിയേറിയ ബോണറ്റ് ഏരിയ ആണ്. പിന്നെ എഞ്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഏകദേശം 200 bhp പവറുള്ള ഒരു 2.8 എഞ്ചിൻ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 2 വേരിയൻ്റ് ഉണ്ട്, ഒന്ന് ഓട്ടോമാറ്റിക്, രണ്ടാമത് മാനുവൽ. 6 ഗിയർ മാനുവൽ എഞ്ചിനും, അതേപോലെ 7 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടറാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ വണ്ടിയുടെ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ. നമുക്ക് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഈ വണ്ടിയുടെ ഒരു വീതി അല്ലെങ്കിൽ ഏരിയ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മൾ ഈ പിക്കപ്പൊക്കെ കാണുമ്പോൾ, നമ്മുടെ ബൊലോറോ പിക്കപ്പൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പമുണ്ട് വണ്ടിക്ക്. 2 ക്യാബിന് ഒരു അത്യാവശ്യം ഒരു 5 ആൾക്കാർക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാനും, അതേപോലെ നമ്മുടെ വീട്ടിലോട്ടുള്ള അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയണം കേട്ടോ. നമ്മളിപ്പം ഒരു നായ്ക്കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പ്രോബബ്ലി നമ്മുടെ കാറിനകത്ത് കയറ്റാൻ എല്ലാവരും മടിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം വണ്ടികളുണ്ടെങ്കിൽ അതിനെ ഈസി ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം എന്നുള്ളൊരു ഞാൻ സജഷൻ മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് സ്റ്റെപ്പൊക്കെ നമ്മൾ അഡീഷണൽ ആക്സസറീസ് വരുന്നതാണ്. സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ക്ലാഡിംഗ് ഒക്കെ വലിയ ക്ലാഡിംഗ് ആണ്. അതേപോലെ ടയറൊക്കെ ഉണ്ടല്ലോ, ഗ്രൗണ്ട് ക്ലിയറൻസ്, അതേപോലെ ടയർ, പിന്നെ ഏരിയ, ഇതിന് 2 ന്യായമായിട്ടുണ്ട്. എനിക്ക് ഒരു എന്നാ പറഞ്ഞാൽ ഒരു 10-40 ലക്ഷം രൂപ കൊടുത്ത് എടുക്കുമ്പോൾ ഒരു അലോയിൽ ഒരു ഗുമ്മ് തോന്നിയില്ല, ഒരു കളർഫുള്ളായിട്ട് തോന്നിയില്ല, അതൊരു ഇതായിട്ട് തോന്നി. ഇവിടെ ഒരു ക്രോമി ഫിനിഷിലുള്ള ഇൻഡിക്കേറ്റർ ലൈനോട് കൂടിയ മിററൊക്കെയാണ്. പിന്നെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വീതിയോ ഒരു ക്ലാഡിങ്, പിന്നെ 500 ലിറ്ററാണ് കേട്ടോ ഇതിൻ്റെ ഈ ബൂട്ട് സ്പേസ് വരുന്നത്, അല്ലെങ്കിൽ ഡിക്കി സ്പേസ് വരുന്നത്. ഡിക്കിയല്ല, നമ്മുടെ ഈ ട്രക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അത് വരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഫീച്ചർ ഓറിയൻറ്റഡ് വണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ എന്നാ പറയുക, ഫുള്ളി ഭയങ്കര ഒരു നമ്മുടെ ആകമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നും ഈ 10-15 ലക്ഷം രൂപ കൊടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ എത്ര ഉള്ളോ എന്നുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും ഇതിൻ്റെ പർപ്പസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സ്ട്രീം 4x4, അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പോലെ യൂസ് ചെയ്യാവുന്ന ഒരു കണ്ടൻറ്റുള്ള വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ്, പിന്നെ
കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇസുസു ഡി മാക്സിൽ അല്ലെങ്കിൽ സെനോൺ ഇതിലൊക്കെ കണ്ടുവരുന്നേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ്, പെർഫോമൻസ്, 4x4 എക്സ്പീരിയൻസ് ഒക്കെ കൂടുതലായിരിക്കും. അകത്തോട്ട് നോക്കുവാണെങ്കിൽ, ഇൻറ്റീരിയറിലോട്ട് നോക്കുവാണെങ്കിൽ സാധാരണ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ലെതർ ഫിനിഷിലുള്ള ഒരു ഡോർപാടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇൻഡിക്കേറ്റർ ലൈന്, അതേപോലെ മിററിൻ്റെ ലൈന് കാര്യങ്ങളൊക്കെയുണ്ട്. നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു പൊക്കമുണ്ട് കേട്ടോ. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഈ ഫുഡ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിയും കൺവീനിയൻ്റ് ആയിട്ട് കയറിയിരിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു അതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻബിൽറ്റ് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ മൗണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻറ്റീരിയറിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു ക്രോമിയം ഫിനിഷ് പ്ലസ് ലെതർ ഫിനിഷ്, ബ്ലാക്ക് ഫിനിഷ്, അതിനിടയ്ക്ക് ഒരു പിയാനോ ബ്ലാക്ക് കോമ്പിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. അല്ലാതെ ഒരു ഭയങ്കര ഒരു ഇൻറ്റീരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹ്യുണ്ടായി അല്ലെങ്കിൽ സ്പെക്സ് ഓറിയൻറ്റഡ് ആയിട്ട് കിടന്ന വണ്ടികളിൽ കാണുന്ന പോലുള്ള ഒരു ഇൻറ്റീരിയർ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഈ ഒരു പർപ്പസ്ഫുൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് മോഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ 2 ഡ്രൈവ് മോഡേ ഉള്ളൂ. ഒന്ന് എക്കോയും ഒന്ന് PWR നോർമൽ മോഡും മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ സാധാരണ ഡിഫൻഡറിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള സാൻഡ്, സ്റ്റോം, ഐസ് അങ്ങനെയുള്ള മോഡുകളോ അല്ലെങ്കിൽ എക്സ്ട്രീം ടെറൈനായിട്ടോ ഓടിക്കാനുള്ള ആ ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കാര്യം അതിൻ്റെ റേറ്റും ഇതിൻ്റെ റേഞ്ചുമായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ മീറ്റർ ക്ലസ്റ്ററായിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ ഡിസ്പ്ലേ ആകുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വരുന്ന ഇതാണ്. സ്റ്റിയറിംഗ് വീൽ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് നമ്മുടെ മാനുവലും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു 10 ഇഞ്ച് സിസ്റ്റം വരുന്നുണ്ട്. ഇൻബിൽറ്റ് സൗണ്ട് സിസ്റ്റം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് സിസ്റ്റങ്ങളൊക്കെയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC. പിന്നെ ഇവിടെയാണ് കേട്ടോ നമ്മുടെ സിംപിളി നമ്മുടെ 4x4 കൈകാര്യം ചെയ്തത്. H2, H4, L4. H2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരു സാധനം കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. പിന്നെ H4 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ്. L4 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഭവം നമുക്ക് വരും. പിന്നെ ഇവിടെയൊക്കെ സാധാരണ കണ്ടുവരുന്ന ആ സെയിം ടൈപ്പ് സ്വിച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് AC-യുടെ സ്വിച്ചസ്. പിന്നെ ഇതാണ് DAC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലെ തന്നെ ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മൾ DAC ഓണാക്കിയിടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ബ്രേക്കിങ്ങിൽ, എഞ്ചിൻ ബ്രേക്കിംഗ് ആയാലും നമുക്ക് ബ്രേക്ക് കാലുവെക്കാതെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ സാധിക്കും. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ അതൊരു മിനിമം സ്പീഡ് വേണം. ഒരു 10 കിലോമീറ്റർ സ്പീഡെങ്കിലും മിനിമം വേണം. എന്നാൽ മാത്രമേ അത് ഫങ്ഷനിങ് ആവുള്ളൂ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ട്രാക്ഷൻ കൺട്രോളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാനായിട്ടുള്ളത്. അതായത് ഒരു വീലിപ്പം ബാക്ക് വീല് 4 വീല് 4 വീൽ ഡ്രൈവ് ഇട്ടേക്കുവാണ്. അപ്പോൾ ബാക്കിലെ 2 വീലും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിത് ഓണാക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ആ സാധനം ബാക്കിലെ ആ വീലിൻ്റെ സ്പിന്നിങ് നിർത്തിയിട്ട് ഏത് വീലാണോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് ആ വീലിലോട്ട് കംപ്ലീറ്റ് പവറും കൊടുത്ത് വണ്ടി കയറിപ്പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് വണ്ടി കയറിപ്പോകും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പാസഞ്ചർ എയർ ബാഗിൻ്റെ ഓണാക്കാനും ഓഫാക്കാനുള്ള ഫീച്ചറെല്ലാം നമ്മുടെ ഈ മീറ്റർ ക്ലസ്റ്ററിൽ വരും. നമുക്ക് വേണമെങ്കിൽ അത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് ഈ സാധനം മാത്രം ഒരു ചീപ്പ് ക്വാളിറ്റി ആയിട്ട് തോന്നി കേട്ടോ. എനിക്ക് തോന്നുന്നത് മേ ബി ഇവരിൻ്റെ അവരുടെ ആ പഴമ അല്ലെങ്കിൽ തനിമ നിലനിർത്തിയതാകാം. ഇതിൻ്റെ ഒരു ആവശ്യകത എനിക്ക് ഇവിടെ തോന്നിയില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാശ് കൊടുത്തെടുക്കുന്ന വണ്ടിക്ക് ഇവിടെ ഇങ്ങനെ സമയം കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അതൊരു സാധാരണ ഒരു ലോ ക്വാളിറ്റി മെറ്റീരിയൽ പോലെ എനിക്ക് തോന്നി. അതൊരു ഡീമെറ്റ് ആയിട്ട് തോന്നി. പിന്നെ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സൺറൂഫും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഈ കാശിനുള്ള അല്ലെങ്കിൽ ഇത്ര മുടക്കാനുള്ള അങ്ങനത്തെ സൺറൂഫോ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ടൊയോട്ട വിചാരിച്ചിരിക്കുന്നത് ഇതൊരു പർപ്പസ്ഫുള്ളി ഓഫ് റോഡ് വണ്ടിയാണല്ലോ. അതിനകത്ത് ഒരു സൺറൂഫിൻ്റെ ആവശ്യകത. പുറകിൽ ഒരു വിശാലമായിട്ടുള്ള ഏരിയ തുറന്ന് സഞ്ചരിക്കാനുണ്ട്. അവിടെ വേണമെങ്കിൽ ഓപ്പൺ എയറിൽ സഞ്ചരിക്കാൻ സാധിക്കും. പിന്നെ ഒരു സൺറൂഫിൻ്റെ ആവശ്യകത എന്ന് ടൊയോട്ട വിചാരിച്ച് കാണാം. പക്ഷേ എനിക്കതൊരു ഡ്രോബാക്കായിട്ട് തോന്നി. ഒരു സൺറൂഫും കൂടെ വേണമായിരുന്നു. കാര്യം ഇത്രയും ഫീച്ചർ ഓറിയൻറ്റഡ് അല്ല, ഒരു ക്യാഷ് ഒരു പൈസ ഒരു 10-40 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ സൺറൂഫിൻ്റെ ഒരാവശ്യകത എനിക്കൊന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചതായിരിക്കാം. പിന്നെ പറയാം സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. 7 എയർ ബാഗ്, നമ്മുടെ നീ സപ്പോർട്ട് വരെയുള്ള എയർ ബാഗുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ DAC, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ലൈൻ കൺട്രോൾ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട കുറേ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഫീച്ചർ ഓറിയൻറ്റഡ് ആണ്, എന്നാൽ ഒരു പവർഫുൾ മെഷീനും ആണെന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്കിവിടെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കാര്യം പറയേണ്ടി വരും. ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പിൾ കാർപ്ലേ അങ്ങനെ വേണ്ട എല്ലാവിധ ഏകദേശം എനിക്ക് തോന്നുന്നു 20 കണക്ടിവിറ്റി ഫീച്ചേഴ്സുള്ള സിസ്റ്റമാണ്. ടൊയോട്ട കണക്ടിവിറ്റിയുള്ള നമ്മുടെ ഫോർച്യൂണറിനും അതേപോലെ ലെജൻഡറിനും കണ്ടുവരുന്ന അതേപോലത്തെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് 20 ആളുകളുണ്ട്. അതൊന്നും പറഞ്ഞ് വെറുപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു
തോന്നൽ വരും ഇവിടെ ഇങ്ങനെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അത് എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. നമ്മൾ ഈ പിക്കപ്പിലൊക്കെ ഇരിക്കുന്ന പോലെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ ഈ സീറ്റ് അത്യാവശ്യം നന്നായിട്ട് പുറകോട്ട് ഇറക്കിയിട്ടേക്കാണ്. എന്നിട്ട് പോലും ഞാൻ ഇതിൻ്റെ പുറകെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അതൊരു എടുത്ത് പറയേണ്ട കാര്യമാണ്. നമ്മൾ സാധാരണ 4 വീൽ ഡ്രൈവ് വണ്ടികളുടെ ഫ്രണ്ട് 2 സീറ്റിലിരിക്കുന്നവൻ്റെ രാജകീയ അവസ്ഥയാണ്. കാര്യം അവർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ. പുറകിലോട്ട് വരുമ്പോഴത്തേക്കുമാണെങ്കിൽ ശോകമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് സസ്പെൻഷൻ ഒരു പ്ലേറ്റ് സസ്പെൻഷനാണ്. എന്നിട്ട് പോലും ബാക്കിൽ ഞാനിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ബാക്കിലൊക്കെ ഇരുന്നായിരുന്നു. അതും ഈ ഓഫ് റോഡ് പോകുമ്പോൾ ഒരു എന്നാ പറയുക, ബാക്കിലും അത്ര കംഫോർട്ടുണ്ട്. സാധാരണ എനിക്ക് ജീപ്പിൻ്റെയൊക്കെ അല്ലെങ്കിൽ ധാറിൻ്റെയൊക്കെ പുറകെ ഇരുന്നപ്പം വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ പുറകെ ഇരുന്നിട്ട് ഇത്രയും കുലുക്കത്തിൽ ചാടിയൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഓഫ് റോഡ് ആയിട്ടുള്ള വഴികൂടെ പോയിട്ട് ഒരു വിഷയം തോന്നിയില്ല. അതെനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാര്യം നമുക്ക് പുറകോട്ടും ഇരിക്കുന്നവർക്കും ഞാൻ പറഞ്ഞില്ല. അപ്പം ഈ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഗുണം ഇതാണ്. നമുക്ക് അതേപോലെ തന്നെ ഓഫ് റോഡ് യൂസ് ചെയ്യുകയാണെങ്കിലും കുറച്ചുകൂടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇമ്പ്രവൈസ്ഡാണ്. പിന്നെ ബാക്കിൽ റീറേസ് ഇവൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഒന്നും പറയാനുള്ളൂ ഇല്ല. പിന്നെ ബാക്കി പറഞ്ഞല്ലോ 500 ലിറ്റർ ബൂട്ട്. ഈ ബൂട്ട് ഇതിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ക്രോസ് ബാറൊക്കെ വെച്ച് പുറകിൽ നിന്നൊരു ക്രോസ് ബാർ വെച്ച് ഇതൊരു മൂടിക്കെട്ടി നമ്മുടെ ഒരു വലിയ സ്റ്റെപ്പിനടുത്ത് പുറകിലൊക്കെ വെക്കുവാണെങ്കിൽ ഒരു എക്സ്ട്രീം ഹൾക്ക് ലുക്കായിരിക്കും വണ്ടിക്ക്. ഇതിനകത്ത് നമ്മുടെ GM-ൻ്റെയൊക്കെ ഗ്രില്ലൊക്കെ ഏറ്റുവാണെങ്കിൽ ഉണ്ടല്ലോ വണ്ടി വേറെ ലുക്കായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി എന്തൂസിയാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഇത്. നമുക്ക് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും കൂടെ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹൈലക്സിൻ്റെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നേക്കുന്ന കുളമാവാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ കുളമാവിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കാണാനും ഭംഗിയുള്ള നല്ലൊരു ഓഫ് റോഡ് സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഗ്രീൻബർഗ് എന്ന് പറയുന്ന റിസോർട്ടിൽ നമ്മുടെ ഈ ഹൈലക്സിൻ്റെ ഇവൻ്റാണ് ഇവിടെ. നമ്മുടെ ടൊയോട്ടയുടെ ഇവൻ്റാണ് ഇതിൻ്റെ വണ്ടിയുടെ ടോട്ടൽ ഒരു എക്സ്പോയും കൂടെ ആയിട്ടുള്ള ഇവൻറ്റ്. അത് നമുക്ക് കവർ ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു ഭൂപ്രകൃതി, അതേപോലെ നല്ലതായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു ഓഫ് റോഡ് ട്രാക്ക് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പം ഈ വണ്ടിയുടെ ഒരു മെയിൻ പ്രത്യേകത കേട്ടോ. നമ്മളിപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതേപോലെ നല്ലൊരു ട്രാക്കാണ്. ഈ ട്രാക്കോടെ ഏത് പ്രതലത്തിലും കൂടെ വണ്ടി കയറി പോകുന്നുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇറങ്ങി വരുന്ന റോഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. വളരെ ശ്രദ്ധിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വണ്ടി അടിയിടിക്കുന്നുള്ള പേടിയേ വേണ്ട. അത്യാവശ്യം നല്ലൊരു ഏത് കുഴിക്കകത്തിട്ട് ഇപ്പോൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഈ കുഴിയൊക്കെ ഈ കിടങ്ങൊക്കെ വെട്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ അതിലൂടെ ഇറങ്ങുമ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വണ്ടി ഈസി ആയിട്ട് അടിയിടിക്കാതെ അല്ലെങ്കിൽ സൈഡ് തട്ടുന്ന ഒന്നും അധികം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഓടിക്കുമ്പം അതിൻ്റെ രീതിയിൽ ഓടിച്ചില്ലെങ്കിൽ സൈഡ് നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് പറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നോട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ വീൽ സ്പിന്നിങ് എന്നുള്ള ഒരു പ്രതിഭാസം നമുക്കിവിടെ ഉണ്ടാകത്തില്ല. ഇപ്പം ഫ്രണ്ട് വീല് രണ്ടാം എൻഗേജ്ഡ് ആയിട്ടാണ്, ബാക്ക് വീല് നിലത്തോടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇതിനകത്ത് അതിൻ്റെ ഫീച്ചർ ഉണ്ട്. അത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് വീലാണോ നമ്മുടെ ഭൂമിയിൽ എൻഗേജ് ആയി കിടക്കുന്നത് ആ വീലിലും മാക്സിമം ടോർക്ക് കൊടുത്തുകൊണ്ട് വണ്ടി മുന്നോട്ട് കയറിപ്പോൾ. അപ്പം ബാക്കിലെ വീല് സ്പിൻ ചെയ്യുമോ, ഇനിയല്ല ബാക്കിൽ മണ്ണേ കിടന്നത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഇത് വേണ്ട. ഇത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബാക്കി 2 വീലെ വണ്ടി കയറി പോകുന്നുള്ള ഒരു പ്രതിഭാസം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വണ്ടിയിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഇതിനകത്ത് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സ്വിച്ച് നിൽക്കുക, അപ്പോൾ തന്നെ സാധനം പ്രവർത്തിയായിക്കോളും. പിന്നെ അങ്ങോട്ട് ഓടിച്ച് ബ്രേക്ക് പെടലിനെ കാലെടുത്ത വണ്ടി അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ 2.7 ലിറ്റർ അല്ലെങ്കിൽ 2755 cc അല്ലെങ്കിൽ 2.8 ലിറ്റർ ഒരു ഡീസൽ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക് മാനുവൽ എന്നുള്ള ഈ 2 വെർഷൻ ഉണ്ട്. രണ്ടിനും 4x4 വെർഷൻ ഉണ്ട്. ഒരു 5 സീറ്ററാണ്. അതേപോലെ തന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ്. ലെന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5325 mm ലെന്താണ് വണ്ടിക്ക് വരുന്നത്. അതേപോലെ വിട്ടെന്ന് പറഞ്ഞാൽ 1855 mm വിടുത്തും വീൽ ബേസ് 3085 mm വീൽ ബേസും വരുന്നുണ്ട്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് നമുക്ക് വരടാവേണ്ട ആവശ്യമില്ല. ഏത് ടെറേനെ കൂടെ ഇറങ്ങിപ്പോക്കോളും കയറിപ്പോക്കോളും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രതിഭാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലെ തന്നെ ഡൗൺ ഹിൽ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഇറക്കം ഇറങ്ങുമ്പോൾ ഈ DAC എന്നുള്ള ഇത് ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഒരു 3 km/h സ്പീഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ ബ്രേക്കിങ്ങിൽ തന്നെ വണ്ടി കയറി പോകുന്ന ആ ഒരു പ്രതിഭാസം അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. എൻ്റെ ഒരു ഓടിച്ച ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുവാണെങ്കിൽ സാധാരണ വണ്ടികൾക്കെല്ലാം ഞാൻ പറയാറുണ്ട്, ഈ ധാരണയൊക്കെ ആണെങ്കിൽ പുറകിലിരിക്കുന്നവർക്ക് വൻ ശോകമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറകിലിരിക്കുന്നവർക്ക് യാത്രാസുഖം എന്ന് പറയുന്ന ഒരു ഇതും ഇല്ല, സസ്പെൻഷൻ. അതുകൊണ്ടാണ് പൊതുവെ പുതിയ എടുക്കുന്ന ധാറുകളിലെല്ലാം ലീഫ് സ്പ്രിങ് മാറ്റിയിട്ട് സസ്പെൻഷനൊക്കെ കയറ്റാറുണ്ട്. കാര്യം അതിൻ്റെ ഒരു കണ്ടീഷൻസ് ബൈക്കിലോട്ട് ഭയങ്കര ചാട്ടം കൂടുതലാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ പുറകിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ ഞാൻ പുറകിരുന്നായിരുന്നു. ഇതേ റോഡിൽ കൂടെ തന്നെ പോയപ്പോഴും ഒരു വിഷയമില്ല. ഏത് മലയും വണ്ടി കയറി പോകുമ്പോഴും അല്ലെങ്കിൽ ഏത് കയറ്റവും വണ്ടി കയറി പോകുമ്പോഴും
പുറകെ ഇരിക്കുന്നവർക്ക് അതേ ഒരു ഡിസ്കംഫോർട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു പ്രതിഭാസം ഒന്നുമില്ല. ഈസിയായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതൊരു യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് നമുക്ക് ഒരു യാത്രാസുഖത്തിൻ്റെ ലീഫ് സ്പ്രിങ് തന്നെയാണ് ബാക്കിൽ, പക്ഷേ സസ്പെൻഷൻ്റെ അതിനുവേണ്ടി ഒരു ആക്സിലും കൂടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട്, മൾട്ടി ആക്സിലും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു യാത്രാസുഖത്തിൻ്റെ ഒരു കൺവീനിയൻറ്റും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഏത് കയറ്റവും ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാൻ പവറിനേക്കാളും കൂടുതൽ മെഷീൻ പവർ എന്ന് വേണം പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു പ്രതിഭാസം മാത്രമേ ഉള്ളൂ. ബാക്കി വണ്ടി ചെയ്തോളും. കയറ്റം കയറാൻ, കയറ്റം ഇറങ്ങാൻ, 4x4 ഏത് കുഴിയും ചെളിയും ചടങ്ങും ഇതിലൂടെ വെള്ളം കയറി പോകാനായിട്ട് വണ്ടി സ്വയം തയ്യാറാണ്. അതുകൊണ്ട് നമ്മളിതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പം ടെസ്ല പോലുള്ള വണ്ടികളാണെങ്കിൽ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സിസ്റ്റം കൂടെ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി എല്ലാം കൈകാര്യം ചെയ്തതിനെ നമുക്ക് ചുമ്മാ ഇരുന്നാൽ മതി എന്നുള്ള പ്രതിഭാസമാണ്. അപ്പോൾ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ്, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു കംപ്ലീറ്റ് വണ്ടി തന്നെ നമ്മളെ ഒരു ഈസിയാണ് കുറച്ചുകൂടെ. ഓട്ടോമാറ്റിക് വണ്ടിയും കൂടെ ആകുമ്പോഴത്തേനാണെങ്കിൽ കുറേ ബ്രേക്ക് പെഡൽ എന്നുള്ളൊരു സംവിധാനം മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാം വണ്ടി ശരിക്കും പറഞ്ഞാൽ അധികം ഒരു ആക്സലറേഷൻ്റെ കാര്യം പോലും വരുന്നില്ല. ഏത് റോഡിൽ കൂടെയും കയറി പോകാൻ വേണ്ടിയിട്ട് അത് പവർഫുൾ എഞ്ചിൻ്റെ പവറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഡീസൽ എഞ്ചിൻ്റെ ആ പവറും കരുത്തും എല്ലാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിന് എനിക്കൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വണ്ടി ഒന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പം നിലവിൽ നമ്മൾ കാണുന്ന കേട്ടോ ചെറിയൊരു നമ്മൾ ഈ വന്ന സെയിം റൂട്ടിൽ കൂടെ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ സെയിം കടങ്ങിൽ കൂടെ താറ് വരുന്നതാണ്. അപ്പം താറ് വരുന്നത് എന്തോരം പാടുപെട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അതേപോലെ തന്നെ ഈ സെയിം വഴി കൂടെ നമ്മുടെ ഈ ഹൈലക്സ് വന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനുണ്ടെങ്കിൽ ഒരു കമ്പാരിസൺ വീഡിയോ അല്ലെങ്കിൽ ഒരു വണ്ടിയെ കുറച്ച് കാണിക്കുന്നതിനൊന്നുമല്ല. രണ്ടും തമ്മിലുള്ള പ്രൈസ് റേഞ്ച് തന്നെ താറിനേക്കാളും 3 ഇരട്ടി പ്രൈസ് ഡിഫറൻസ് നമ്മുടെ ഹൈലക്സിന് വരുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു നമുക്ക് ഈ രണ്ട് വണ്ടിയും കൂടെ ഒരു കമ്പാരിറ്റീവ്ലി പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന്. ശരിക്കും ആ രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. അപ്പോൾ നമ്മളൊരു അത്യാവശ്യം എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓഫ് റോഡിങ് ക്യാപ്പബിലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു എന്താ പറയുക, ഒരു കിട്ടുന്ന സാധനമാണ്. നമ്മൾ ഒരു താറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫോർച്യൂണറിൽ നിന്നൊക്കെ ഓടിക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രവൈസ്ഡ് ആയിട്ടുള്ള നോക്കുകയാണ്. നമ്മൾ ഈ പുറകെ കാണുന്ന ഈ ഏരിയ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചത്. അപ്പോൾ എല്ലാ ടെറൈനും കൂടെ അത്യാവശ്യം നല്ല ഹില്ലി ആയിട്ടുള്ള ഏരിയ, കുഴിക്കൂടെ, കായമ്പിക്കൂടെ, എല്ലാം ചെരിഞ്ഞ പ്രതലത്തിൽ കൂടെ എല്ലാ രീതിയിലും ഓടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംപ്ലി പറയാനുള്ളത്, നമ്മൾ ആ സ്റ്റിയറിംഗ് പിടിച്ച് നമ്മൾ ഒന്ന് കൈകാര്യം ചെയ്യുക, വണ്ടി ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു പ്രതിഭാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ടെസ്ല പോലുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ ആ സ്റ്റിയറിംഗ് കൂടെ ഇവർ കൈകാര്യം ചെയ്തോളും, ബാക്കിയെല്ലാം ഇവൻ തന്നെ കൈകാര്യം ചെയ്തോളും. ഹിൽ ക്ലൈംബ് ഇറക്കം ഇറങ്ങുമ്പം ചെയ്തോളും, മറ്റേ വീല് സ്പിൻ ചെയ്യാതെ നോക്കിക്കോളും.
എങ്ങനെ എന്നാ വേണ്ട ഒരുമാതിരിപ്പെട്ട നമ്മളൊരു ഓഫ് റോഡ് വണ്ടി ഉപയോഗിക്കേണ്ട ക്യാപ്പബിലിറ്റി എല്ലാം ഇവൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. വേറെ ഈസി ആയിട്ട് അത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് എക്സ്ട്രീംലി ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയ 2-3 ഡീമിനിറ്റ് ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ ഇന്ത്യയിൽ കണ്ട ആ സാധനം. അതേപോലെ തന്നെ കുറച്ച് സ്റ്റിയറിംഗ് കുറച്ച് ഹാർഡാണ് ശരിക്കും പറഞ്ഞാൽ. ഓഫ് റോഡിങ് എൻഗേജ്ഡ് ആക്കി ഇടുമ്പോഴത്തേനും സ്റ്റിയറിംഗ് കുറച്ച് ഹാർഡാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ ഓഫ് റോഡിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ നമുക്ക് താറൊക്കെ ഓടിക്കുമ്പോൾ ആണെങ്കിൽ ആ ഒരു പ്രതിഭാസം കണ്ടുവരുന്നില്ല. കാര്യം വേറൊന്നുമില്ല, അതിന് ഇത്ര ഫീച്ചേഴ്സ് ഇല്ല, അതൊരു പ്രത്യേക കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ വണ്ടർഫുള്ളാണ്. ഒരു ബഡ്ജറ്റ് ഈ റേഞ്ചിലുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. ഇതൊരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ എന്നാണെങ്കിൽ ഇത് ഇന്ത്യയിൽ വീണ്ടും ഒരു ലോഞ്ച് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ ആരാധകർക്കും ഒരു സന്തോഷ വാർത്തയും കൂടിയാണ്. അപ്പോൾ എന്നാണെങ്കിലും വണ്ടി എന്തൂസിയാസ്റ്റിക്കുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടും എടുക്കാം. ഞാൻ സജഷൻ ചെയ്യുന്നൊരു വണ്ടിയാണ്. പിന്നെ ടൊയോട്ടയുടെ നമുക്കൊരു റിലയബിലിറ്റി ക്വാളിറ്റി അതെല്ലാം നമുക്ക് അഷ്വർ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പം എന്നാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കുറച്ച് ലെന്ത് കൂടി പോയിട്ടുണ്ടായിരിക്കും, കാര്യം ഓഫ് റോഡിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്നാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്ന ദിസ് ഇസ് ജിഷ്ണു മടകര സൈനിങ് ഓഫ്.